പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിന്റെ പ്രഭു. കടൽ തീരങ്ങളിലെ മണൽത്തിട്ടയിൽ കിടന്ന് പിടയ്ക്കുന്ന മത്സ്യങ്ങളെ നാം കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. നാം എന്തെല്ലാം ചെയ്താലും അവ പിടഞ്ഞുകൊണ്ടേയിരിക്കും. അതിൻ്റെ അസ്വസ്ഥതയും അകാല മരണവും ഒഴിവാക്കാൻ എന്താണ് മാർഗം? ആ മത്സ്യത്തെ മണലിലെത്തിച്ച ആ കടൽത്തിര മടങ്ങിയെത്തി വീണ്ടും ആ മത്സ്യത്തെ കടലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അതിന് മഹാസ്വാതന്ത്ര്യമായി, സന്തോഷമായി. അതുപോലെ സൃഷ്ടിതാവായ ദൈവം ഭൂമിയെ സന്ദർശിച്ച് സന്തോഷത്തിനും സമാധാനത്തിനും ഭൂമിയിലെ മനുഷ്യർക്ക് വേണ്ടി എന്താണ് ചെയ്തെന്നറിയുന്നത് ഒരനുഗ്രഹമല്ലേ? ഞാൻ പ്രവചന വിഷയങ്ങളിലേക്ക് കടക്കുകയാണ്. എന്നെ പ്രിയപ്പെട്ടവർ, എന്നെ കേൾക്കുന്ന പലരും വ്യത്യസ്ത ചിന്താഗതിയിലുള്ളവരുണ്ടായേക്കാം. ഞാൻ ഓർപ്പിച്ചു, സാധാരണ ബൈബിൾ പ്രസംഗം പോലെയുള്ളൊരു പ്രഭാഷണമല്ലേ. ചരിത്രവും ആധുനിക സംഭവങ്ങളും കോർത്തിണക്കിക്കൊണ്ട് ദൈവം ചരിത്രത്തിൽ പ്രവർത്തിക്കുന്നെന്നുള്ളത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. സയൻസിക മനുഷ്യനും സാധാരണ മനുഷ്യനും സമാധാനപാതയിൽ സഞ്ചരിക്കുവാൻ സഹായിക്കുന്ന ഈ സംരക്ഷണത്തിലേക്ക് സുസ്വാഗതം. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ, ദൈവത്തിൻ്റെ നിർണയങ്ങൾ നമുക്ക് അവഗണിക്കാതിരിക്കാം, മുന്നറിയിപ്പുകളെ സ്വീകരിക്കാം. The Bible message is a message of hope, a message of turning to God and that we can have a relationship with Him. ദൈവത്തിന്റെ കണ്ണൊരുവനിൽ പതിച്ചു. ഈ മെസൊപ്പൊട്ടേമിയയുടെ പ്രദേശത്ത് ഒരു മനുഷ്യനെ ചെന്ന് പതിച്ചു. അവന്റെ പേര് എബ്രായ ഭാഷയിൽ ഇവ്രി എന്ന് പറയും. ഇവ്രി എന്ന വാക്കിന്റെ അർത്ഥം the man who stood alone on the other shore. ആ നദിയുടെ മറുകരയിൽ തനിച്ചു നിന്ന മനുഷ്യൻ. ആരാണത്? എബ്രഹാം. ലോകത്തോട് വ്യത്യസ്തനായി അതിന്റെ മറുകരയിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നു. ദൈവത്തിന്റെ കണ്ണവനിൽ പതിച്ചു. ദൈവം പ്രത്യക്ഷപ്പെട്ടവനെ വിളിക്കുന്നു, നിന്റെ ദേശത്തെയും പ്രതിഭവനത്തെയും വിടുക. അവനതിന് തയ്യാറായി. ഇന്ന് ലോകത്തിലെ ഏറ്റവും വൈഷമ്യമുള്ളൊരു വിഷയമാണ് കുടുംബക്കാരെയും ബന്ധുക്കളെയും ദേശക്കാരെയും വിട്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ മനുഷ്യൻ അത് അനുസരിച്ചു. ഇനി ഞാൻ പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. അവനോട് ദൈവം പറഞ്ഞ വാക്ക് ഉൽപ്പത്തി 12:1-2 വാക്യത്തിലുണ്ട്. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്നെ വലിയൊരു ജാതിയാക്കും. I will bless you. I will make you a great nation. നിന്നെ ഞാൻ വലിയൊരു രാഷ്ട്രമാക്കും. ആരാണ് ഈ മനുഷ്യന്റെ സന്തതിയുടെ പിറകിലുള്ള വ്യക്തിത്വം? അബ്രഹാമിന്റെ സന്തതികളോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. I will make you a great nation. ഇന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ പിറകിലുള്ള ശക്തി അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തിയാണ്, ദൈവത്തിന്റെ കരമാണ്, ദൈവത്തിന്റെ പ്രവൃത്തിയാണ് എന്നുള്ളത് ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ. അവിടെ ആരംഭിക്കുന്നു, എന്തിനാണ് ഈ മനുഷ്യനെ മാത്രം ദൈവം തെരഞ്ഞെടുത്തത്? നാം ഓർക്കണം, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ജലപ്രളയം കൊണ്ട് ലോകത്തെ നശിപ്പിച്ചു. രണ്ടാമതായി ഒരു തുടക്കം കൊടുത്തു. വീണ്ടും മനുഷ്യൻ മറുതലിച്ചപ്പോൾ ദൈവം എന്താണ് ചെയ്തത്? ആ മറുതലിപ്പ് ദൈവം ലോകത്തെ നശിപ്പിക്കാതെ ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്ത് അവനിലൂടെ, അവന്റെ സന്തതികളിലൂടെ ഏകസത്യ ദൈവത്തെക്കുറിച്ച്, ദൈവത്തിന്റെ അരുളപ്പാടിനെ കുറിച്ച്, ദൈവത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് മനുഷ്യനെ മനസ്സിലേക്ക് കൊടുക്കുവാൻ ആഗ്രഹിച്ചു. അവരാണ് ഇസ്രായേൽ രാഷ്ട്രം. അവർക്കോട് പറഞ്ഞു, അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാൻ എനിക്ക് ദേശത്ത് പോകണം. ആ ദേശം എന്ന് പറയുന്നത് ഭൂമിയുടെ മധ്യഭാഗമാണ്. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്നവർ ഓർത്തു നോക്കുക. ഇവിടെ കാണിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അത് ഭൂമിയുടെ മധ്യഭാഗമാണ്. എന്തിനാണ് ദൈവം ആ മധ്യഭാഗം കൊടുത്തത്? ദൈവം ഭൂമിയുടെ മധ്യഭാഗത്തിൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും കൊടുത്തത് അവിടെ നിന്ന് ദൈവത്തിന്റെ പ്രകാശം ഭൂമിയുടെ 4 കോണിലും പരക്കുവാൻ വേണ്ടിയാണ്. ഏകസത്യ ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ അരുളപ്പാടുകളെ കുറിച്ചും രേഖപ്പെടുത്തുവാൻ ദൈവത്തിന് ഭൂമിയുടെ മധ്യഭാഗം അവർക്ക് കൊടുത്തു. ഞാൻ ആ ഭാഗം അധികം
വിശദീകരിക്കുന്നില്ല. ഒരു ഭൂപടം എടുത്ത് നോക്കിയാൽ ഭൂമിയുടെ മധ്യഭാഗം എന്ന് പറയുന്നത് ഇസ്രായേൽ രാഷ്ട്രമാണ്. ദൈവം ആ ഭാഗത്തിലോട്ട്, ദൈവമാണ് അബ്രഹാമിനോട് പറഞ്ഞത്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തിലേക്ക് പോകാം. ദൈവമാണ് അവിടെ കൊണ്ടുവന്നത്. അവരുടെ സന്തതിയെ കൊണ്ടാണ് ഈ ബൈബിൾ രേഖപ്പെടുത്തിയത്. 40 എഴുത്തുകാർ, 39 പേരും യഹൂദന്മാരാണ്. 39 പേര്. ലൂക്കോസ് മാത്രമേ ഉള്ളൂ പുറജാതിയിൽ നിന്ന് ഇതിന്റെ എഴുത്തുകാരനായത്. ലൂക്കോസിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ അദ്ദേഹവും യഹൂദ വിശ്വാസത്തിലേക്ക് വന്ന മനുഷ്യരാണ്. അവരിലൂടെ ഈ 66 ഗ്രന്ഥം ദൈവം രേഖപ്പെടുത്തി തന്നു. അവരിലൂടെ ഏകസത്യ ദൈവത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നു. അവരിലൂടെ ദൈവത്തിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തി തന്നു. ദൈവം ആരാണെന്നുള്ളത് വെളിപ്പെടുത്തി തന്നു. മാനവരാശിയെ സ്നേഹിക്കുന്നുവെന്ന് തന്റെ പുത്രനെ അവരുടെ മധ്യത്തിലേക്ക് അയച്ചു. നാം ഓർക്കണം, യേശുക്രിസ്തുവിനെ അയക്കുന്നത് സ്വന്തത്തിലേക്ക് വന്നെന്നാണ്, യഹൂദന്റെ മധ്യത്തിലോട്ടാണ് അയച്ചത്. ഇന്ന് രാത്രിയിൽ നാം ഒരു സത്യം ഓർക്കണം. ഈ ബൈബിളിന്റെ 11 അധ്യായം കഴിഞ്ഞാൽ അവരുടെ ചരിത്രമാണ് ഇത് അവസാനിക്കുന്നത് വരെ. ബൈബിളിന്റെ 11 തൊട്ട് അവസാനം വരെയുള്ള ഭാഗം അവരെ കുറിച്ചുള്ള ചരിത്ര കാര്യങ്ങളാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. പ്രാധാന്യതയുണ്ടോ അവർക്ക്? തീർച്ചയായിട്ടും ഉണ്ട്. എന്നാൽ ഇന്നൊരു ഇസ്രായേൽ രാഷ്ട്രം ഏതാണ്ട് 2500 വർഷം ഭരണകൂടമില്ലാതെ, 1800 വർഷം സ്വന്തം ദേശമില്ലാതെ ലോകത്തിൽ ഉഴന്നു നടന്ന ശേഷം ഇന്നൊരു ഇസ്രായേൽ രാഷ്ട്രം വീണ്ടും അവിടെ പിറന്നു വീണു. ഈ രാത്രി എന്നെ കേൾക്കുന്നവരും ശ്രദ്ധിക്കുക, ഞാൻ പ്രവചന വിഷയങ്ങളിലേക്ക് കടക്കുകയാണ്. എന്നെ പ്രിയപ്പെട്ടവർ, എന്നെ കേൾക്കുന്ന പലരും വ്യത്യസ്ത ചിന്താഗതിയിലുള്ളവരുണ്ടായേക്കാം. ഞാൻ ഓർപ്പിച്ചു, സാധാരണ ബൈബിൾ പ്രസംഗം പോലെയുള്ളൊരു പ്രഭാഷണമല്ലേ. ചരിത്രവും ആധുനിക സംഭവങ്ങളും കോർത്തിണക്കിക്കൊണ്ട് ദൈവം ചരിത്രത്തിൽ പ്രവർത്തിക്കുന്നെന്നുള്ളത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇന്നൊരു ഇസ്രായേൽ രാഷ്ട്രമുണ്ട്. 2500 വർഷം ഭരണകൂടമില്ലാതെ, 1800 വർഷം സ്വന്തം ദേശമില്ലാതെ ഉഴന്നു നടന്നവർ ഇന്ന് വീണ്ടും ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രമായി പറന്നു വീണു. പക്ഷെ അവർ പിറന്നു വീണപ്പോൾ ഏറിയ പങ്ക് യഹൂദന്മാരും രാഷ്ട്രത്തിലുള്ളവരും മറ്റ് രാഷ്ട്രത്തിലുള്ളവരും ചിന്തിക്കുന്നത് ഇസ്രായേൽ ചരിത്രത്തിന്റെ ഒരു സംഭവം മാത്രം, ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചെന്ന് മാത്രം. വേണ്ട, ഈ തിരുവെഴുത്തുകൾ കൈകാര്യം ചെയ്ത യഹൂദ റബിമാർ പഠിപ്പിക്കുന്നു, ഇസ്രായേൽ രാഷ്ട്രം ദൈവത്തിന്റെ കരമൊന്നുമല്ല. ഇസ്രായേൽ രാഷ്ട്രം പിറന്നു വീഴുന്നത്, ഇസ്രായേൽ രാഷ്ട്രം മശിഹ മടങ്ങുമെന്നേ സ്ഥാപിക്കുകയുള്ളൂ. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ ഇസ്രായേൽ രാഷ്ട്രം അതും ഒരു സാധാരണ സംഭവം എന്നാണ് ഈ യഹൂദ റബിമാരും വിശ്വസിക്കുന്നത്. ഏറിയ ബംഗാളുകളും ലോക രാഷ്ട്രീയ മണ്ഡലത്തിൽ അത് വിശ്വസിക്കുന്നു. വേണ്ട, ക്രിസ്ത്യാനികളിൽ ഏറിയ പങ്കും, ഇന്ന് രാത്രി കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ക്രിസ്ത്യാനികളിൽ ഏറിയ പങ്കും അവർ കരുതുന്നു ഇസ്രായേൽ രാഷ്ട്രം എന്ന് പറയുന്നത് ഒരു സാധാരണ സംഭവം, അതിനകത്തൊന്നും വലിയ പ്രാധാന്യതയില്ല. വലിയൊരു സമൂഹം റീപ്ലേസ്മെന്റ് തിയോളജി എന്ന് പറഞ്ഞാൽ യഹൂദിന് പകരമായി ക്രിസ്ത്യാനികളെ തെരഞ്ഞെടുത്തു. യഹൂദിന് കൊടുത്ത വാഗ്ദത്തങ്ങൾ ക്രിസ്ത്യാനികളിലാണ് നിവർത്തിക്കപ്പെടുന്നതെന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ ലോകത്തിലുള്ള ഏറിയ പങ്കാളികളും ക്രിസ്ത്യാനികളും ജാതികളും യഹൂദന്മാരും ഒരുപോലെ ചിന്തിക്കുന്നു, അവിചാരിതമായ ഒരു രാഷ്ട്രീയ സംഭവമാണ് ഇസ്രായേൽ രാഷ്ട്രം. 2500 വർഷത്തിന് ശേഷം 1800 വർഷം ഭരണകൂടമില്ലാതെ ഉഴന്നു നടന്ന ജനം വീണ്ടും അവിടെ മടങ്ങി വന്നപ്പോൾ അതൊരു സാധാരണ സംഭവമാണ് എന്ന് കരുതുന്നു. മാത്രമല്ല, അനേകരെന്ന് വിശ്വസിക്കുന്നു, അതായത് യഹൂദന്മാരുടെ മധ്യത്തിൽ തന്നെ അനേകർ വിശ്വസിക്കുന്നു, യഹൂദന്മാർ ഏറിയ പങ്കും, വേണ്ട, ക്രിസ്ത്യൻ ശുശ്രൂഷകന്മാർ ഏറിയ പങ്കും വിശ്വസിക്കുന്നു ഇവർ അവിശ്വാസികളാണ്, ഇവർ നിരീശ്വരന്മാരാണ്, അവർ ദൈവത്തെ അറിഞ്ഞ ശേഷം മാത്രമേ ഈ വിധത്തിലുള്ള പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെടുകയുള്ളൂ. ഞാനിനി ബൈബിളിൽ നിന്ന് ഭാഗങ്ങളെടുത്ത് ചൂണ്ടിക്കാണിക്കാൻ പോവുകയാണ്. എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായം. എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായം. അങ്ങനെയാണോ സംഭവം നോക്കാം? ദൈവം അവരെ ശുദ്ധീകരിച്ച ശേഷമേ അവരെ കൊണ്ടുവരികയുള്ളൂ, അതോ മശിഹ യേശുക്രിസ്തു മടങ്ങി വരണമെങ്കിൽ അവർ ശുദ്ധീകരിക്കപ്പെട്ട ശേഷമേ രാഷ്ട്രമായി തീരുകയുള്ളൂ? എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായം. എനിക്ക് എല്ലാ ഭാഗങ്ങളും വായിക്കാൻ ഒക്കില്ല. 16 തൊട്ട് അതിന് 38 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം.
നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കാൻ വേണ്ടി ഞാനത് പറയുകയാണ്. എസെക്കിയേൽ 16 തൊട്ട് 38 വരെയുള്ള വാക്യങ്ങൾ. അതിൽ 24, 25 വാക്യം നോക്കുക. ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്ത് വരുത്തും. അവരെ ലോകത്തിന്റെ നാനാ കോണിൽ നിന്നും ദൈവം മടക്കിക്കൊണ്ടുവരുന്ന കാര്യമാണ് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരോട് ഞാൻ പറയട്ടെ, അവരെ ദൈവം 130 രാജ്യത്ത് നിന്നാണ് കൂട്ടി വരുത്തിയത്. ആ വാക്യം ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങളെ രാഷ്ട്രങ്ങളുടെ മധ്യത്തിൽ നിന്ന് കൂട്ടിവരുത്തും. 130 രാജ്യത്ത് നിന്ന് 60 വ്യത്യസ്ത ഭാഷകൾ സംസാരിച്ചെന്ന് അവരെ ദൈവം കൂട്ടിക്കൊണ്ടുവന്നു. അത് ചരിത്ര സംഭവമാണ്. അതിനുശേഷം എന്താ നടക്കുന്നത്? അടുത്ത 3 വാക്യം, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. 26 വാക്യം, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. 27 വാക്യം, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവന്ന് ശ്രദ്ധിച്ചേ, സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു വന്ന ശേഷം നിങ്ങളെ ഞാൻ ശുദ്ധീകരിക്കും. നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന ശേഷം നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തരും. ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന ശേഷം എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ തരും. മറ്റു വിധത്തിൽ പറഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ പടിയിന്ന് നടന്നു കഴിയും. വേറൊരു വേദഭാഗം എടുക്കാം. ജെരമ്യാവ് പറഞ്ഞത് നമുക്ക് നോക്കാം. ജെരമ്യാ പ്രവചനം, അതിൻ്റെ 33-ാമത്തെ അധ്യായം. ജെരമ്യാ പ്രവചനം 33-ന്റെ 7-8 വാക്യം. 33-ന്റെ 7-8 വാക്യം. ഞാൻ യഹൂദയുടെ പ്രവാസികളെയും ഇസ്രായേലിന്റെ പ്രവാസികളെയും മടക്കി വരുത്തും. പണ്ടത്തെ പോലെ അവർക്ക് അഭിവൃദ്ധി വരുത്തും. അവർ എന്നോട് പിഴച്ചതായ സകല അകൃത്യത്തെയും ഞാൻ നീക്കി അവരെ ശുദ്ധീകരിക്കുകയും അവർ പാപം ചെയ്ത് എന്നോട് ദ്രോഹിച്ചതായ സകല കൃത്യങ്ങളെയും മോചിക്കുകയും ചെയ്യും. ആ വാക്ക് ശ്രദ്ധിച്ചാട്ടെ. ദൈവം ആദ്യം അവരുടെ പ്രവാസികളെ മടക്കി വരുത്തും. അവരെ മടക്കി കൊണ്ടുവന്ന ശേഷം ദൈവം അവരെ ശുദ്ധീകരിക്കും. എസെക്കിയേൽ പ്രവാചകനും ജെരമ്യാ പ്രവാചകനും അത് പറഞ്ഞു. അവരെ മടക്കി കൊണ്ടുവന്ന ശേഷം ഞാൻ അവരെ ശുദ്ധീകരിക്കും. രാത്രി എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഈ 2 സംഭവത്തിന്റെ മധ്യത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുന്നു. ബ്രദേഴ്സ്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഈ 2 സംഭവത്തിന്റെ മധ്യത്തിൽ വസിക്കുന്നു. 1800 വർഷം ഭരണകൂടമില്ലാതെ ലോകത്തിൽ ചിതറിക്കിടന്നു അവർ. ദൈവം 130 രാജ്യത്തു നിന്ന് വീണ്ടും അവരെ സ്വന്തം ദേശത്ത് കൊണ്ടുവന്നു. ദൈവം പറഞ്ഞതുപോലെ എസെക്കിയേലിലൂടെയും ജെരമ്യാവിലൂടെ രേഖപ്പെടുത്തിയ പോലെ അവരെ മടക്കി കൊണ്ടുവന്ന ശേഷം അവരെ ദൈവം ശുദ്ധീകരിക്കാൻ പോവുകയാണ്. എസെക്കിയേൽ 36 നാം വായിച്ചുകൊണ്ടിരുന്ന വേദഭാഗം വീണ്ടും ശ്രദ്ധിക്കാം. എസെക്കിയേൽ 36-ന്റെ 17-ാം വാക്യം, മനുഷ്യപുത്ര, ഇസ്രായേൽ ഗൃഹം തങ്ങളുടെ ദേശത്ത് പാർത്തപ്പോൾ അവർ അതിനെ തങ്ങളുടെ നടപ്പ് കൊണ്ടും പ്രവൃത്തി കൊണ്ടും മലിനമാക്കി. ഏകസത്യ ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ അരുളപ്പാടുകൾ ലോകത്തിൽ അറിയിപ്പാൻ ദൈവം അവരെ തിരഞ്ഞെടുത്തു കൊണ്ടുവന്ന് മധ്യത്തിലാക്കിയത്. ആ ദേശത്ത് അവർ പാർത്തപ്പോൾ അവർ ദേശത്തെ മലിനമാക്കി. 19-ാം വാക്യം, അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ഞാൻ അവരെ ജാതികളിൽ ചിഹ്നിച്ചു. അവർ ദേശങ്ങളിൽ ചിതറിപ്പോയി. അവരുടെ നടപ്പിനും പ്രവർത്തിക്കും തക്കവണ്ണം ഞാൻ അവരെ ന്യായം വിധിച്ചു. അവർ പാപം ചെയ്തതിന്റെ ഫലമായി, അവർ മലിനപ്പെട്ടതിന്റെ ഫലമായി ദൈവം അവരെ ലോകത്തിൽ ചിഹ്നിച്ചു കളഞ്ഞു, ചിതറിച്ചു കളഞ്ഞു. 20-ാം വാക്യം, അവർ ജാതികളിൽ ചെന്നപ്പോൾ അവർ യഹോവയുടെ ജനം, എൻ്റെ ദേശം വിട്ടുപോയവർ, അവന്റെ ദേശം വിട്ടുപോയവർ എന്ന് അവർ പറയുമാറാക്കിയതിനാൽ അവർ എൻ്റെ വിശുദ്ധനാമത്തെ അശുദ്ധമാക്കി. എങ്കിലും ഇസ്രായേൽ ഗൃഹം ചെന്ന് ചേർന്ന ജാതികളിൽ അശുദ്ധമാക്കി എൻ്റെ വിശുദ്ധനാമത്തെ കുറിച്ച് എനിക്ക് അയ്യോഭാവം തോന്നി. അതുകൊണ്ട് ദൈവം തന്നെത്താൻ ലോകത്തിന് വെളിപ്പെടുത്തിയത്, ഞാൻ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം, ഞാൻ അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. അവരിലൂടെയാണ് ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തിയത്. നോക്കുക, ദൈവം അവരുടെ ദൈവമായി ലോകത്തിന് പരിചയപ്പെടുത്തി. ഇപ്പോൾ അവർ നോക്കുക, ലോകത്തിൽ ചിതറിപ്പോയി അവരവിടെ കിടക്കുമ്പോൾ ദൈവത്തിന്റെ നാമം അശുദ്ധമാക്കപ്പെട്ടു. അവരിൽ വിളിക്കപ്പെട്ട ദൈവത്തിന്റെ നാമത്തിന് ഹാനി സംഭവിച്ചു. ദൈവം പറയുകയാണ്, എൻ്റെ വിശുദ്ധ നാമത്തെ കുറിച്ച് എനിക്ക് അയ്യോ ഭാവം തോന്നി. ഏതാണ്ട് 1800 വർഷം ലോകത്തിൽ ചിതറിക്കിടന്നപ്പോൾ മറ്റ് രാഷ്ട്രങ്ങൾ അവരെ കുറിച്ച് പരിഹസിക്കാൻ തുടങ്ങി, അവരുടെ ദൈവത്തെ കുറിച്ച് പരിഹസിക്കാൻ തുടങ്ങി. അവരുടെ ദൈവത്തിന് കഴിവില്ല,
അവരുടെ ദേശം അവർ വിട്ടുപോയി. അവരുടെ ദൈവം അവരെ കാത്തു സൂക്ഷിക്കുന്നില്ല. അവരുടെ ദൈവത്തെ കുറിച്ച് അപമാനിപ്പാൻ തുടങ്ങി. എൻ്റെ നാമത്തെ കുറിച്ച് എനിക്ക് അയ്യോ ഭാവം തോന്നി. ദൈവം രണ്ട് കാര്യം ചെയ്തു. എന്താ ദൈവം ചെയ്തത്? 22-ാം വാക്യം നോക്കി. അതുകൊണ്ട് ഇസ്രായേലേ, യഹോവേ കർത്താവ് ഇപ്രകാരം ചെയ്തു, ഇസ്രായേൽ ഗൃഹമേ, നിങ്ങളുടെ നിമിത്തമല്ല, നിങ്ങൾ ചെന്നിറങ്ങിയ ജാതികളുടെ നിങ്ങൾ അശുദ്ധമാക്കിയ എൻ്റെ വിശുദ്ധ നാമനിമിത്തമത്രേ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അവർ വിശുദ്ധിയുള്ളവരായതുകൊണ്ടോ, അവർ രക്ഷിക്കപ്പെട്ടത് കൊണ്ടോ, അവർ ദൈവത്തെ അറിഞ്ഞത് കൊണ്ടല്ല. ഇവിടെ ദൈവം പറയുന്നത് നോക്കുക. അതുകൊണ്ട് ഇസ്രായേൽ ഗൃഹമേ, എൻ്റെ നാമത്തോട് എനിക്ക് അയ്യോ ഭാവം തോന്നി. നിങ്ങൾ വിശുദ്ധന്മാരായതുകൊണ്ടല്ല. 32-ാം വാക്യം, നിങ്ങളുടെ നിമിത്തമല്ല ഞാനിത് ചെയ്യുന്നത്. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങളുടെ നടപ്പ് നിമിത്തം ലജ്ജിച്ച് നാണിപ്പീൻ. എൻ്റെ നാമനിമിത്തം ഞാനിത് ചെയ്യുകയാണ്. ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, ഒരു ഇസ്രായേൽ രാഷ്ട്രം പിറന്നു വീണത് അവർ വിശുദ്ധിയുള്ളവരായതുകൊണ്ടല്ല. ഒരു ഇസ്രായേൽ രാഷ്ട്രം വീണ്ടും ഭൂമിയിൽ പിറന്നു വീണത് അവർ ദൈവത്തെ അംഗീകരിച്ചുകൊണ്ടല്ല. 1800 വർഷം അവന്റെ നാമത്തിൽ അറിയപ്പെട്ട ജനം അവന്റെ നാമത്തെ ലോകത്തിൽ മലിനപ്പെടുത്തിയപ്പോൾ എൻ്റെ നാമത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് അയ്യോ ഭാവം തോന്നി. അതുകൊണ്ട് ഞാനിത് ചെയ്തു. നിങ്ങളെ ഞാൻ മടക്കിക്കൊണ്ടുവന്നു. ഇനിയും നിങ്ങളെ ഞാൻ ശുദ്ധീകരിക്കും. നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. അവിടെ വായിച്ചതാണ്. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. ഞാൻ നിങ്ങളെ പുതിയ ഹൃദയം തരും. എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. 3 കാര്യം ദൈവം ചെയ്യാൻ പോവുകയാണ്. ഇന്ന് രാത്രിയിൽ വീണ്ടും ഞാൻ ആ ഭാഗം ഓർപ്പിച്ചു വിടുന്നു. ഞാനും നിങ്ങളും ചരിത്രത്തിൽ ഈ 2 സംഭവത്തിന്റെ മധ്യത്തിൽ ജീവിക്കുന്നു. ദൈവം വീണ്ടും അവരെ മടക്കിക്കൊണ്ടുവന്നു. ദൈവം അവരെ ശുദ്ധീകരിക്കാൻ പോകുന്നു. ദൈവം പ്രവർത്തിക്കുകയാണ്. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. എന്നാൽ ഏറിയ പങ്ക് മനുഷ്യരും ചിന്തിക്കുന്നു ഇതൊരു സാധാരണ സംഭവമാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ ആ ഭാഗം ഒന്ന് ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവചനം 11-ാമത്തെ അധ്യായം. ഞാൻ ആ ഭാഗം ഒന്ന് ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വിഷയങ്ങൾ മനസ്സിൽ വെക്കുക. ഈ ഇസ്രായേൽ രാഷ്ട്രം മടങ്ങി വന്നത് ദൈവം പറഞ്ഞു അവർ ശുദ്ധീകരിക്കപ്പെട്ടതുകൊണ്ടല്ല. ദൈവത്തിന്റെ നാമത്തോടുള്ള ബന്ധത്തിൽ അയ്യോ ഭാവം തോന്നിയത് കൊണ്ട് ദൈവം അവരെ മടക്കിക്കൊണ്ടുവന്നാണ്. 11-ാം അധ്യായത്തിന്റെ 11-12 വാക്യം. യെശയ്യാ പ്രവചനം 11-ന്റെ 11-12 വാക്യം. അന്നാളിൽ കർത്താവ് തന്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശ്ശൂരിൽ നിന്നും, മിസ്രൈമിൽ നിന്നും, പത്രോസിൽ നിന്നും, ഖൂശിൽ നിന്നും, ഏലാമിൽ നിന്നും, ഷീനാറിൽ നിന്നും, ഹാമാത്തിൽ നിന്നും, സമുദ്രത്തെ ദ്വീപുകളിൽ നിന്നും വീണ്ടുകൊള്ളുവാൻ 2-ാം പ്രാവശ്യം കൈനീട്ടും. 2-ാം പ്രാവശ്യം കൈനീട്ടും. അവൻ ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി ഇസ്രായേലിന്റെ പുരുഷന്മാരെ ചേർക്കുകയും യഹൂദരെ ചെതറിപ്പോയവരെ ഭൂമിയുടെ 4 ദിക്കിൽ നിന്നും ഒന്നിച്ചു കൂട്ടുകയും ചെയ്യും. ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വാക്കൊന്ന് ശ്രദ്ധിക്കുക. ഞാനിവിടെ പ്രസംഗിക്കുന്നത് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിത് പരിശോധിക്കാം. ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് പരിശോധിച്ചു നോക്കാം. പിന്നെയും നിങ്ങൾക്ക് പരിശോധിച്ചു നോക്കാം. ഇത് സത്യമാണോ? ചരിത്രത്തിൽ ഇത് സത്യമാണോ? നിങ്ങൾക്ക് പരിശോധിച്ചു നോക്കി സംശയമുണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കുക. ഇവിടെ ദൈവം പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക. 2-ാം പ്രാവശ്യം ഞാൻ കൈനീട്ടി. ലോകത്തിന്റെ 4 കോണിൽ നിന്നും ചിതറിപ്പോയ യഹൂദനെ വീണ്ടും കൂട്ടിവരുത്തുവാൻ ഞാൻ കൈനീട്ടി. 2-ാം പ്രാവശ്യം. 1-ാം പ്രാവശ്യം എപ്പോഴാണ് കൈനീട്ടിയത്? എന്താണ് ദൈവം കൈനീട്ടുക എന്ന് പറഞ്ഞാൽ ബൈബിളിൽ വളരെ ശക്തമായി ഓർപ്പിക്കുന്ന ചില വസ്തുതകളുണ്ട്. കൈ വചനത്തിൽ ഒരുപാട് കാര്യം നമ്മളെ പഠിപ്പിക്കുന്നു. മോശയുടെ കൈക്ക് ജോഷുവ വെള്ളമൊഴിച്ചു കൊടുത്തു. വചനത്തിൽ അനേക വസ്തുതകൾ കാണുന്നു. അവനെ ശുശ്രൂഷിക്കുന്നു. ഒരുത്തന്റെ കൈ ചുംബിക്കുന്നു. അവനോടുള്ള ആദരവാണ്. ഒരുത്തൻ കൈ ഉയർത്തുന്നു, ആരാധനാത്മകമായി ഉയർത്തുന്നു. ഒരുത്തന്റെ കരം മറ്റൊരുത്തന് നേരെ ഉയർത്തുന്നു, തനെതിരാണെന്നുള്ളത് കാണിക്കുന്നു. ആ കരത്തെക്കുറിച്ച് ദീർഘമായ ഒരു പഠനമുണ്ട്. ഒരുവന്റെ ശിരസിൽ ആ കരങ്ങൾ വെക്കുന്നു, അവനെ അനുഗ്രഹിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലങ്കരം എന്ന് പറയുമ്പോൾ അവന്റെ ശക്തിയുടെ ഉറവിടമാണ്. നാം ഇവിടെ വായിച്ചു, അവൻ 2-ാം പ്രാവശ്യം തന്റെ കൈനീട്ടി. 1-ാം പ്രാവശ്യം എങ്ങോട്ട് കൈനീട്ടി? അതേ അധ്യായത്തിന്റെ 16-ാം വാക്യം നോക്കിയാട്ടെ. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന നിങ്ങളിൽ
ഇസ്രയേലിൽ ഉണ്ടായിരുന്നത് പോലെ ഒന്നാമത് ദൈവം കൈ നീട്ടിയത് ഈജിപ്തിലെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കാനാണ്. ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഫറവോന്മാര് ലോകത്തിലെ ശക്തന്മാരാണ്, ഏറ്റവും വലിയ ശക്തന്മാരാണ്. ഫറവോന്റെ സൈന്യം വളരെ ശക്തിയുള്ള സൈന്യമാണ്. അവിടെ കിടക്കുന്ന അടിമകൾ ഒരിക്കലും വിടുതൽ ലഭിക്കില്ല. അവരെ വിടുവിക്കാൻ ദൈവം കൈനീട്ടി. ഞാൻ ചില വാക്യങ്ങളൊന്ന് വായിച്ചോട്ടെ. ദൈവം കൈനീട്ടി എന്ന് പറയുമ്പോൾ ആ വാക്യങ്ങൾ ഞാനൊന്ന് എടുത്ത് വായിച്ചോട്ടെ. ആ പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 1-ാം പ്രാവശ്യം ദൈവം കൈനീട്ടിയത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം. എങ്കിൽ മാത്രമേ 2-ാം പ്രാവശ്യം ദൈവം കൈനീട്ടിയതിന്റെ പ്രാധാന്യത മനസ്സിലാകുള്ളൂ. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. യഹോവ മോശയോട്, ഞാൻ ഫറവോനോട് ചെയ്യുന്ന നീ ഇപ്പോൾ കാണും. ശക്തിയുള്ള കൈ കണ്ടിട്ട് അവരവരെ വിട്ടയക്കും. ശക്തിയുള്ള കൈ കണ്ടിട്ട് അവരെ തന്റെ ദേശത്ത് നിന്ന് ഓടിച്ചു കളയും. ശക്തിയുള്ള കൈ, യഹോവ നീട്ടിയ ഭുജം കൊണ്ട് അവരെ വിടുവിച്ചു. വീണ്ടും നമ്മൾ നോക്കുക 6-ാം വാക്യത്തിന്റെ അവസാനം, നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധി കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും. ദൈവത്തിന്റെ നീട്ടിയ ഭുജം. വേണ്ട, മറ്റൊരു വേദഭാഗം വായിക്കാം. 13-ാം അധ്യായം എടുത്താട്ടെ. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം ആവർത്തിച്ചവിടെ ഓർപ്പിക്കുന്ന 3 പ്രാവശ്യം. 3-ാം വാക്യത്തിന്റെ അവസാനം, യഹോവ ബലമുള്ള കൈകൊണ്ട് നിങ്ങളെ അവിടെ നിന്ന് വിടുവിച്ചു. അതിന്റെ 14-ാമത്തെ വാക്യം. 14-ാം വാക്യം നോക്കിയാട്ടെ. എന്നാൽ ഇതെന്തെന്ന് നിങ്ങൾ നാളെ നിന്റെ മകനോട് ചോദിക്കുമ്പോൾ, യഹോവ ബലമുള്ള കൈകൊണ്ട് അടിമ വീടായി മിസ്രയീം നിങ്ങളെ പുറപ്പെടുവിച്ചു. 16-ാം വാക്യം, യഹോവ ഞങ്ങളെ ബലമുള്ള കൈകൊണ്ട് മിസ്രയീം നിന്ന് പുറപ്പെടുവിച്ചു. 3 ആവർത്തി ആ അധ്യായത്തിൽ തന്നെയുണ്ട്. യഹോവ ബലമുള്ള കൈകൊണ്ട് ഞങ്ങളെ വിടുവിച്ചു. യഹോവ ഞങ്ങളെ ബലമുള്ള കൈകൊണ്ട് ഈജിപ്തിൽ നിന്ന് വിടുവിച്ചു. ഫറവോന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ ആർക്കും കഴിയില്ലേ? എന്നാൽ ദൈവം തന്നെ കരം നീട്ടി. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, എന്തിനാണ് ദൈവം അങ്ങനെ ഒരു കരം നീട്ടിയത്? പുറപ്പാട് ദിവസം 6-ാം അധ്യായം നോക്കിയാട്ടെ. നാം പ്രാരംഭത്തിൽ ഓർത്തു, അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാടിക്കുന്ന ദേശത്തിലേക്ക് പോകുവാൻ പറഞ്ഞു. അവൻ പോയി. ആ ദേശം അബ്രഹാമിന് ശാശ്വത ഉടമ്പടിയായി കൊടുത്തു. ഈ ദേശം നിനക്ക് നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമാണ്. ശാശ്വത അവകാശം. 5 അധ്യായങ്ങൾ, ഉൽപ്പത്തി 12 തൊട്ട് ഉൽപ്പത്തി 17 വരെ 5 അധ്യായങ്ങൾ ആ ദേശത്തോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ലേ. എന്റെ ചിന്ത ഇവിടെ തന്നെ നിൽക്കട്ടെ. സയൻസ് തരാത്ത, ശാസ്ത്രം തരാത്ത, ആധുനിക കണ്ടുപിടുത്തങ്ങൾ തരാത്ത, പണത്തിന്, പ്രതാപത്തിന്, പേരിന്, പ്രശസ്തിക്ക് തരാൻ കഴിയാത്ത ഹൃദയ സമാധാനം, ആശ്വാസം നിങ്ങളുടെ സ്വന്തമായി തീരും. സമാധാന പ്രഭു അതിന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ സമാധാനത്തിൻ്റെ ഉടമകളായിട്ട് തീരുവാൻ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ പ്രോഗ്രാമിൻ്റെ കേൾവി അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും സമയം ഈ പ്രോഗ്രാം കേട്ടതിൽ നിങ്ങൾക്ക് നന്ദി പറയുന്നു. No one can go back and make a brand new start, but you can start from now and make a brand new ending. ക്രിസ്തുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഭൂകമ്പങ്ങളും ചുഴലിക്കൊടുങ്കാറ്റുകളും ഭൂമിയുടെ അടിസ്ഥാനങ്ങളെ ദൈവം കുലുക്കുമെന്ന പ്രവചനം, സ്റ്റെൻ, കത്രീന, റീത്ത, വിൽഫ കൊടുങ്കാറ്റുകൾ അമേരിക്കയിൽ ആഞ്ഞടിക്കുവാൻ കാരണം, രാജ്യനിയമം കൊണ്ട് ദൈവിക നിയമങ്ങളെ ലംഘിക്കുന്ന അമേരിക്ക, സുനാമി ഉണ്ടാകാൻ കാരണം, ഒറീസയിൽ സൂപ്പർ സൈക്ലോൺ കൊടുങ്കാറ്റടിക്കാൻ കാരണം, പ്രപഞ്ചശക്തികളെ നിയന്ത്രിക്കുന്ന ദൈവദൂതന്മാർ, ധവള വിപ്ലവത്തിനും ഹരിത വിപ്ലവത്തിനും അടിത്തറപാകിയ ക്രോസ് പോളിനേഷൻ പ്രവചനം, അത്യുൽപാദന പ്രക്രിയയെപ്പറ്റി പ്രവചനം, ചാവുകടൽ ജീവകടലാകുന്ന ഭാവി കാലം, ചാവുകടലിലെ പായലിൽ നിന്നും പെട്രോൾ ഉണ്ടാക്കുന്നത്, ഹെർമഗദ്ദോൻ യുദ്ധത്തിലേക്ക് നീങ്ങുന്ന ലോകം, ദൈവത്തെ കൂടാതെ പണിയുന്ന ഇസങ്ങളും രാജ്യങ്ങളും സാമ്പത്തിക വ്യവസ്ഥകളും തകരുമെന്ന് ബൈബിൾ പ്രവചനം, അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വരുത്തുന്ന അപകടം, സാർവത്രിക മലിനീകരണത്തെപ്പറ്റി പ്രവചനം, ഭൂമിയെ ശുദ്ധി ചെയ്യുന്ന ദൈവിക കാര്യപരിപാടി, ഭാവി പരിപാടി, യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവ്. ഈ വിഷയപഠനങ്ങൾ ഉൾക്കൊള്ളുന്ന 13 മണിക്കൂർ ദൈർഘ്യമുള്ള അന്ത്യനാഴിക എന്ന ഓഡിയോ MP3 CD, അതെ, ലോകാന്ത്യത്തെ പറ്റിയുള്ള ബൈബിളിന്റെ മുഴുവൻ പ്രവചനങ്ങളും കോർത്തിണക്കി അക്കവും പുള്ളിയും ഇട്ട് വിശദീകരിക്കുന്ന, ഒടുവിൽ എന്ത് ഭവിക്കും എന്ന് വിശദമാക്കുന്ന 13 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു മനോഹര MP3 CD. അന്ത്യനാഴിക. ദേശീയ അന്തർദേശീയ വേദികളിൽ ശ്രദ്ധേയരായ റേഡിയോ TV പ്രഭാഷകരും
ബൈബിൾ പ്രവചന പണ്ഡിതരുമായ ബ്രദർ ജോൺ പി തോമസ് കൊച്ചി, ബ്രദർ ജോൺ സെബാസ്റ്റ്യൻ കോട്ടയം എന്നിവർ നിങ്ങളോട് സംസാരിക്കുന്നു. പഠനത്തിന് ഞങ്ങളുടെ മാന്യ കേൾവിക്കാർക്ക് സഹായകരമായ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്നു. നിങ്ങളുടെ 301 ചോദ്യങ്ങൾക്ക് ബൈബിളിന്റെ ഉത്തരം, ബൈബിളും ആധുനിക ശാസ്ത്രവും കാരണം തേടി. 2 ഓഡിയോ MP3 CD-കൾ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. മരണശേഷം എന്ത്, എവിടെ, എങ്ങനെ. ഈ ഓഡിയോ CD-യും ഇതിന്റെ വിഷ്വൽ CD-യും ലഭ്യമാണ്. The Bible message is a message of hope, a message of turning to God and that we can have a relationship with Him. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം പറയുന്നു: കോട്ടയം 11. ഞങ്ങളുടെ മൊബൈൽ നമ്പർ ശ്രദ്ധിച്ചാലും 9495446029. ഇമെയിൽ അഡ്രസ് peacetract@gmail.com. ലോകത്തിലെ പ്രധാനപ്പെട്ട ഭാഷകളിൽ സമാധാന സന്ദേശം വായിച്ചറിയുക. സന്ദർശിക്കുക www.peaceministry.org. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.